ഇവിടെ ടീച്ചർ എന്നെ ബാധിക്കുന്നത് എന്നെ പറച്ചില്ല പറയുന്നത്. അല്ല നിങ്ങളെങ്ങനെ ബാധിക്കാനാ ടീച്ചർമാരെ? പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ അവധി വരുന്നത് ജൂൺ ജൂലൈയിൽ അവധി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മഴയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് ഇതിനെ അനുകൂലിച്ചോ ഇതായിട്ട് ഞാൻ പറയുന്നതല്ല. ശരിക്കും നമ്മുടെ സ്കൂളുകളിൽ ഇപ്പൊ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ അവധി വന്നുകൊണ്ടിരിക്കുന്ന ഏത് മാസങ്ങളാണ് നിങ്ങൾ കണക്കൂട്ടി നോക്ക്? പറയട്ടെ, ഞാൻ പറയുന്ന കേക്ക്. നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ പിള്ളേർ പോകുന്നുണ്ട്, നമുക്ക് 2 ദിവസം നമ്മുടെ കേരളത്തിലെ അവസ്ഥ അനുസരിച്ചിട്ട് 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ 3-ാമത്തെ ദിവസം എല്ലായിടത്തും വെള്ളപ്പൊക്കം, സ്കൂൾ അവധി, പിള്ളേർക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, ഗ്രീൻ അലർട്ട്, അത് ഇത് അവധി. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവധി വന്നുകൊണ്ടിരിക്കുന്ന മാസങ്ങൾ നിങ്ങൾ കണക്കൂട്ടി നോക്ക്. ജൂൺ ജൂലൈ മാസമാണ് ഏറ്റവും കൂടുതൽ അവധി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? മഴയാണെങ്കിൽ പിള്ളേർ വീട്ടിലിരുന്നോട്ടെ, പിള്ളേർക്ക് അവധിയല്ലേ? പറയട്ടെ, പിള്ളേർ വല്ല മിഷനെ വല്ലതാണ് മനുഷ്യ, പിള്ളേർ വല്ല മിഷനുമാണ്. ഈ കുട്ടികൾക്ക് കുട്ടിക്കാലം ആസ്വദിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഈ ഏപ്രിൽ മെയ് അവധി കൊടുക്കുന്നത്. ഏപ്രിൽ മെയ് ആണ് മാമ്പഴം എല്ലാ പഴങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മാവി കല്ലെറിഞ്ഞ് മാങ്ങ പറിച്ചും അല്ലെങ്കിൽ തന്നെ പിള്ളേർ കളിച്ചും ഒക്കെ വളർന്ന പ്രായമാണ്. മാവി കല്ലെറിയാൻ പോകുന്ന പിള്ളേരെ പബ്ജി എന്തിട്ടാണ്? അത് മാത്രമല്ല, നല്ല ചൂടുള്ള മാസത്ത് പിള്ളേർക്ക് ക്ലാസ്സിൽ പോയി ഇരിക്കാനും പറ്റുന്നില്ല, നല്ല ചൂടാണ്, അവർക്ക് അസുഖങ്ങളുണ്ട്. ആ സമയത്താണ് വെക്കേഷൻ കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നത്. ഈ മഴ മാസം വെക്കേഷൻ കൊടുത്താൽ അകത്ത് കയറി കുത്തിയിരുന്നിട്ട് എന്താവാനാ പിള്ളേർ? അത് കാരണം അവധി കൊടുക്കുവാണെങ്കിൽ മെയ് ജൂൺ തന്നെ കൊടുക്കുകയാണ്, ഏപ്രിൽ മെയ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് വല്ല മാസത്തിൽ വല്ല 1-2 അവധി വിദ്യാഭ്യാസത്തിന് അവധി കൊടുക്കുമെന്നും പറഞ്ഞ് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കേട്ടേണ്ട കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നീ എന്തോ പറയുന്നത്? ഏപ്രിൽ മെയ് മതി അവധി എന്നാണോ? അല്ല അവധി, അതെ ഏപ്രിൽ മെയ് തന്നെ മതി. ഞാനൊരു കാര്യം ചോദിച്ചത്, നീ സത്യം പറയാ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ജൂൺ ജൂലൈ മതി എന്നാണോ അത് ഏപ്രിൽ മെയ് മതി എന്നാണോ? ശരിക്കും ഏപ്രിൽ മെയ്യിൽ അവധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജൂൺ ജൂലൈ അവധി വെക്കാൻ പറ്റത്തില്ല. ജൂൺ ജൂലൈ അവധി എന്താ കാര്യം? എന്താ മഴ പെയ്യുമ്പോ കൊടുത്തോട്ടെ? അതല്ല, ഏപ്രിൽ മെയ്യിൽ ജൂൺ അവധി കൊടുത്തല്ലോ. ചുമ്മാ പിള്ളേരായിട്ട് കഷ്ടപ്പെടുത്താനായിട്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഞാനും സമ്മതിക്കത്തില്ല. നീ പറയുന്നത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മതി അവധി. മാർച്ച് ഏപ്രിൽ അല്ല, ഏപ്രിൽ മെയ്. ഇപ്പൊ ശരിക്കും അവധി ഏത് മാസമൊക്കെ ഏപ്രിൽ മെയ് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ പുതിയ സജഷൻ ചോദിച്ചതെന്താന്ന് വെച്ചാല് ഒന്നും പറയാനൊന്നുമില്ല. മാർച്ച് ഏപ്രിൽ ഞങ്ങൾ അവധി കൊടുക്കും, അല്ല ഏപ്രിൽ മെയ് ആണ് ഞങ്ങൾ സ്കൂൾ അവധി കൊടുക്കുന്നത്. ഷെംന പറയുന്ന പോലെ, ഷെംന എങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ സിന്ദാബാ. ഞാൻ വരാം. എവിടെ പോയിക്കുവായിരുന്നു ഷെംനാത്താ? ഇപ്പൊ പോയിട്ട് ഇപ്പൊ വന്നിട്ടാ? ഓ ടീച്ചറിലേക്ക് പോവായിരിക്കും. നമ്മളെ ഒന്നും വേണ്ടാലോ. ഒരു പാട്ട് പാടിക്കേ കേക്കട്ടെ. എനിക്ക് പാട്ട് പാടുവേ, എനിക്ക് നല്ല 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 പാട്ടുകൾ പാടും. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തൊന്നുമില്ല, ഞാൻ പഠിക്കുന്നുണ്ട്. അത് വന്നപ്പോഴേ ഓർത്തത്, നിങ്ങൾ ഈ മ്യൂസിക് പ്ലെയർ ഇപ്പൊ പ്ലേ ചെയ്യാറുണ്ടോ? എവിടെ നിന്ന് സമയം കിട്ടി? അല്ല, ഞാൻ പോയി കഴിയുമ്പോ 1 മണിക്കൂർ സമയം കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഓർക്കും, ഞാൻ മറന്നു. ഫോൺ കുത്തിയിട്ടേക്കുമായിരിക്കും, അപ്പൊ പിന്നെ സമയം കിട്ടത്തില്ല. അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ കിട്ടത്തുള്ളൂ. ഞായറാഴ്ച ദിവസം വീട്ടിലും പോകും. നിങ്ങൾക്ക് ഓടാനാണോ? പാട്ട് പാടാൻ ഞങ്ങൾ ഓടത്തില്ല. അയ്യോ, ഷെംനാത്ത മുമ്പൊക്കെ എന്ത് നന്നായിട്ട് പാട്ട് പാടുവാരെന്ന് അറിയാവാ? ഷെംന, നീ കേട്ടിട്ടില്ലേ? എന്റെ കൽപ്പിലെ വെണ്ണിലാവും നീ നല്ല കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞ് നിൽക്കാനെ പാടി മയക്കിയതൊക്കെ നമുക്ക് അറിയത്തില്ലേ? ഞാൻ ആ ഫുൾ വൈബിൽ കൊണ്ടുവന്ന കണ്ട ഇതിനെ എങ്ങനെ ഇതാക്കൂ? അല്ല, ഞാനത് ഓർത്തതാ ടൈം അതിറങ്ങിട്ട്. എന്റെ ഷെംന, നീ അത് ആലോചിക്കൊന്നും വേണ്ട. 17 വർഷമായി. 17 വർഷം ക്ലാസ്മേറ്റ് ഇറങ്ങിയിട്ട് 17 വർഷം കഴിഞ്ഞിരിക്കുക. ഷെംനാത്ത ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് ഇക്ക ജോലിക്ക് പോകും, പിള്ളേരെ പഠിക്കാൻ പോകും, ഇതൊക്കെ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെംനാത്ത പാടും, അവരൊക്കെ ഓടും. ഇടയ്ക്ക് റീലിടാൻ ഇപ്പൊ പണ്ടത്തെ കണക്കൊന്നും അല്ലെന്നേ. എന്താന്നറിയാവാ? ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. എന്നെ കളിയാക്കാൻ എല്ലാരും കളിയാക്കല് കേട്ടോ. ഒന്നും പറയുന്നില്ല. പിന്നെന്താ പറയാൻ പോയില്ല? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഷെംന പറയും. ഷെംന ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഭാര്യ എന്ത് പറയുന്നു അതാണ് ഞാൻ അനുസരിക്കുന്നത്. എൻ്റെ ഭാര്യ പറയുന്നു റീലിടും, നമ്മൾ റീലിടും. റീലിടണ്ട കേട്ടോ. ഞാനുണ്ടല്ലോ ഇന്ന് ചുമ്മാ നിസ്കരിക്കാൻ പോയപ്പോ പിള്ളേരുമായിട്ടാ പോയത്, കുറച്ച് പിള്ളേരുമായിട്ട്. അപ്പോഴത്തേക്കും അവരാദ്യമായിട്ടാണ് എൻ്റെ മുഖം കാണുക. കാരണം ഞാൻ മുഴുവൻ എടുക്കാൻ നേരത്ത് അങ്ങനെ മഫ്ത ഊരി, മഫ്തായിട്ടുണ്ടല്ലേ പോകുന്ന സ്കൂളില്, മുഴുവൻ എടുക്കാൻ നേരത്ത് മഫ്ത ഊരിയപ്പോഴാണ്